അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായ ഗ്രീൻ പീസ് കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കുതിർത്ത ഗ്രീൻ പീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നു. കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചതും 1 ക്യാരറ്റ് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം 1 സവാളയും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിവിടെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്ന പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 2 പച്ചമുളകും 1 തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ അത് കഴുകിയ വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി താളിച്ച് കൊടുക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞും കൂടി ഇന്ന് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കുറുമ ഇവിടെ റെഡിയായി കിട്ടും. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.